നമസ്കാരം. ഒടുവിൽ PV അൻവർ ഏകദേശ ധാരണയോടുകൂടി UDF എത്തും എന്ന് ഉറപ്പായതോടുകൂടി ഇപ്പോൾ UDF-ലും ചില തർക്കങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്ത് കൃത്യമായി വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അൻവറിൻ്റെ UDF പ്രവേശനത്തെ അത് തടയുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും പ്രതികരണങ്ങൾ വന്നിരിക്കുകയാണ്. മാത്യു കുഴൽനാടൻ, BT ബൽറാം തുടങ്ങിയ കോൺഗ്രസിൻ്റെ യുവജന നേതാക്കളും MLA-മാരും അടക്കം ഇത്തരത്തിൽ PV അൻവറിനെതിരെ നിലപാട് കർക്കശമാക്കി അല്ലെങ്കിൽ കർശനമായ വിമർശനങ്ങളോടുകൂടി അദ്ദേഹത്തിൻ്റെ UDF-ലേക്കുള്ള പ്രവേശനത്തെ തടയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ആര്യാടൻ ഷൗക്കത്തിൻ്റെ വിമർശനങ്ങൾ കൃത്യമായും കോൺഗ്രസ് കേൾക്കേണ്ടതാണ്. അത്തരത്തിൽ കേട്ടില്ലെങ്കിൽ അത് മറ്റൊരു രാഷ്ട്രീയ പരാജയമായിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം. കാരണം കൃത്യമായി നിലമ്പൂർ ഇതുവരെ കണ്ട, അതായത് തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ കൃത്യമായും നിലമ്പൂരിലെ ആര്യാടൻ ഷൗക്കത്തിനെ നമ്മൾ കണ്ടതാണ്. കൃത്യമായും അദ്ദേഹത്തിൻ്റെ ഇടപെടൽ, കൃത്യമായ UDF രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് തുടർന്ന് വരുന്ന രാഷ്ട്രീയ പ്രവർത്തനം. പക്ഷേ അവിടേക്ക് UDF-ലേക്ക് PV അൻവർ എത്തുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹം നിലമ്പൂർ സീറ്റ് ആവശ്യപ്പെടാനും അവിടെ PV അൻവർ മത്സരിക്കാനുമുള്ള സാധ്യതയാണ് കാണുന്നത്. അതിന് തടയിട്ടുകൊണ്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്തിൻ്റെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇത്തരം പ്രസ്താവനകൾ വരുന്നത്. അതിൽ ആര്യാടൻ ഷൗക്കത്ത് കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയല്ല പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത്. അതായത് വന്യജീവി ആക്രമണങ്ങൾ നിലമ്പൂരിലും കരുളായിലും വണ്ടൂരിലുമൊക്കെ ഇതിനു മുമ്പും ഒരുപാട് മുമ്പുണ്ടായിട്ടുണ്ട്, മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊന്നും തന്നെ നിലമ്പൂരിലെ MLA VV അൻവറെ ഇത്തരം കാര്യങ്ങളിൽ കണ്ടിട്ടില്ല എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറയുന്നത്. മാത്രമല്ല ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും നിലമ്പൂർ MLA കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് കൃത്യമായ ബോധ്യത്തോടു കൂടി ആര്യാടൻ ഷൗക്കത്ത് വിമർശനങ്ങൾ ഉന്നയിക്കുകയാണ്. മാത്രമല്ല ഫോറസ്റ്റ് ഓഫീസ് തല്ലി തകർത്തുകൊണ്ട് ഒരു സമരവും വിജയിക്കില്ല എന്നാണ് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു വയ്ക്കുന്നത്. അതായത് നിലമ്പൂർ MLA PV അൻവർ ഫോറസ്റ്റ് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്തിരുന്നു. അത്തരം വാദങ്ങളെല്ലാം തന്നെ തള്ളുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. ഇത് കൃത്യമായും നിലമ്പൂരിലെ സീറ്റ് സംബന്ധിച്ച തർക്കം തന്നെയാണ്. മാത്രമല്ല കോൺഗ്രസിലെ മറ്റ് ഏത് നേതാക്കളെക്കാൾ കൂടുതൽ വൈരാഗ്യബുദ്ധി അല്ലെങ്കിൽ അത്തരത്തിൽ വാദപ്രതിവാദങ്ങൾക്കിടയിൽ അതിശക്തമായ വാദങ്ങൾ ഉയർത്തിക്കൊണ്ട് PV അൻവറുമായി ഏറ്റുമുട്ടലിൻ്റെ വക്കിൽ നിരന്തരം എത്തിക്കൊണ്ടിരുന്ന ആളാണ് ആര്യാടൻ ഷൗക്കത്ത്. അതുകൊണ്ട് തന്നെ ഒറ്റ രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ UDF-ലേക്ക് വരുന്ന PV അൻവറെ അംഗീകരിക്കാൻ എന്തായാലും ആര്യാടൻ ഷൗക്കത്തിന് കഴിയില്ല. അതേപോലെയാണ് മാത്യു കുഴൽനാടൻ MLA-യും നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നിയമസഭയിലടക്കം മീൻ ലോറിയിൽ കോടികൾ കടത്തിയത് VD സതീശൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെ അറിവോടുകൂടിയാണ് കോടികൾ കേരളത്തിലേക്ക് എത്തിയതെന്ന വലിയ ആരോപണം ഉന്നയിച്ച ആളാണ് PV അൻവർ. അത്തരത്തിലുള്ള ആളെ UDF-ലേക്ക് എടുക്കുന്നത് ആലോചിച്ച് വേണമെന്നാണ് മാത്യു കുഴൽനാടനും പറയുന്നത്. രാഷ്ട്രീയ നിലപാട് മാറണമെങ്കിൽ അത് കൃത്യമായി സത്യസന്ധമായി അറിയിക്കണമെന്നാണ് VT ബൽറാം MLA പറയുന്നത്. അപ്പോൾ UDF-ലേക്കുള്ള പ്രവേശനം PV അൻവറിന് അത്ര സുഗമമായി നടക്കാവുന്ന കാര്യമല്ല, അല്ലെങ്കിൽ അത്തരത്തിൽ സുഖകരമായ രീതിയിൽ നടക്കുമെന്നും തോന്നുന്നുമില്ല.